സംസ്ഥാനത്തെ പൊതുമേഖലാ കമ്പനികളെ പ്രൊഫഷണലൈസ് ചെയ്ത് ഓഹരി പങ്കാളിത്തം ലഭ്യമാക്കാനുള്ള നടപടികൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ കന്നി ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ചെറുകിട നിക്ഷേപകർക്ക്. ചരക്ക് സേവന നികുതി അതായത് GST നിലവിൽ വന്നതോടെ നികുതി സമാഹരണത്തിന് സാധ്യതകൾ മങ്ങിയതിനാലാണ് നികുതി ഇതര വരുമാനത്തിൽ ശ്രദ്ധയൂന്നാൻ ധനമന്ത്രി നിർബന്ധനാകുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനിയായ സിയാൽ മാതൃകയിൽ സംസ്ഥാനത്തെ ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 10% ഓഹരികൾ ചെറുകിട നിക്ഷേപകർക്കും പ്രവാസികൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കിയാൽ പ്രതിവർഷം 5000 കോടി രൂപയിലധികം സമാഹരിക്കാനാകും. KSFE, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്, അതുപോലെ KMML തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് വിപുലമായ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലധനം കണ്ടെത്താൻ ചെറുകിട നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം സഹായിക്കും. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിപണി മൂല്യം ഉയർത്താനാകുമെന്നതും നേട്ടമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള 28 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭമുണ്ടാക്കിയത്. ഇക്കാലയളവിൽ വിറ്റുവരവ് ഉയർത്താനും ലാഭക്ഷമത മെച്ചപ്പെടുത്താനും കമ്പനികൾക്ക് സാധിച്ചു. അടുത്ത ഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് രൂപപ്പെടുത്താനും പ്രവർത്തനം വിപുലീകരിക്കാനും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വകാര്യ മേഖലയുമായി കൈകോർത്ത് സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡായ സിയാൽ രാജ്യത്തിന് തന്നെ മികച്ച മാതൃകയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ 1994 രൂപീകരിച്ച സിയാലിന്റെ നിലവിലെ വിപണി മൂല്യം 25,000 കോടി രൂപയിലധികമാണെന്ന് വിലയിരുത്തുന്നു. ഓഹരികളിൽ ഇതുവരെ വിപണിയിൽ ലിസ്റ്റ് ചെയ്യാത്തതിനാൽ കൃത്യമായ മൂല്യം ഇതുവരെ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന സർക്കാരിന് കമ്പനിയിൽ 33.38% ഓഹരി പങ്കാളിത്തമാണ് ഉള്ളത്. ഈ മാതൃകയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാറ്റിയാൽ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാകും. പൊതുജന പങ്കാളിത്തവും ഉണ്ടാകും, നിക്ഷേപങ്ങളും വർദ്ധിക്കും, കൂടുതൽ നിക്ഷേപകരും കടന്നുവരും.